നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം ഇതായിരിക്കും. അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരച്ചേവകരുമാക്കും. അവന്റെ രഥങ്ങൾക്കു മുമ്പേ അവർ ഓടേണ്ടിയും വരും. അവർ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരത്തികളും അപ്പക്കാരത്തികളുമായിട്ടെടുക്കും. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശം എടുത്ത് തന്റെ ഷണ്ടന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കും. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ച് തങ്ങളുടെ വേലക്കാരാക്കും. നിങ്ങൾ അവന് ദാസന്മാരായി തീരും. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവ് നിമിത്തം നിങ്ങൾ നിലവിളിക്കും. എന്തിനാ ഇത്ര ഓവർ സ്മാർട്ട് ആവുന്നത്? ഒരു വക്കീൽ ഗുമസ്തന്റെ വേഷം ചെയ്ത് കാണിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അതിന് ഇത്ര ഓവർ സ്മാർട്ട് ആവേണ്ട കാര്യമുണ്ടോ? പോയിക്കോളൂ. നമ്മുടെ ചില നടന്മാർ കഥാപാത്രത്തെ മനസ്സിലാക്കാതെ ഓവർ ആക്ട് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങളൊന്നും അങ്ങനെ ആവരുത്. പിന്നെ എങ്ങനെ അഭിനയിക്കാനാ ശ്രമിക്കേണ്ടത്? എന്തോ പറഞ്ഞുതരാം. മുനിസിപ്പൽ ടാപ്പിൽ നിന്നും ശുദ്ധജലം വീഴുന്നത് പോലെ ആയിരിക്കണം യഥാർത്ഥ അഭിനയം, നോർമൽ ഫോഴ്സിൽ. എന്നാൽ കുടം നിറയാൻ അധിക സമയം എടുക്കാതെ അഭിനയിക്കാനാണ് പരിശീലിക്കേണ്ടത്. വെള്ളച്ചാട്ടം പോലെ അഭിനയിക്കുന്ന ചില നടന്മാരും ഉണ്ട്. ഉദാഹരണത്തിന് തമിഴിലെ പ്രശസ്തനായ ഒരു നടൻ, പേര് നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അതിവിടെ പരാമർശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആക്ടിങ് ശരിയല്ലെന്നാണോ സാറ് പറയുന്നത്? എന്നല്ല, എങ്കിലും കുടം പെട്ടെന്ന് നിറയണമെന്നുള്ളവർക്ക് ആ രീതി ഇഷ്ടപ്പെടും. അഭിനയം അരോചകമായി മറ്റുള്ളവർക്ക് തോന്നരുത്. മനസ്സിലായല്ലോ? നമസ്കാരം. ഗുഡ് മോർണിംഗ് സർ. എന്നാ എത്ര താമസിച്ചത്? സാറെന്താ എത്ര നേരത്തെ വന്നത്? ഇതിപ്പോ പഠിച്ചു തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് വെയിറ്റ് ഇട്ട് തുടങ്ങി. തോന്നുമ്പം കാര്യം വരാൻ തന്നെ നിയമസഭ കൃത്യസമയത്ത് എത്തിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. കരുവാ ഇരിക്കാൻ. ഇരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം അറിയണം. അത് നീ ചോദിച്ചേ. ഓരോ വിഷയവും പഠിപ്പിക്കാൻ പ്രത്യേകം ടീച്ചേഴ്സിനെ വെച്ചില്ലെങ്കിൽ അടുത്ത മാസം മുതൽ ഞങ്ങൾ ഫീസ് തരില്ല. ഇത് കേട്ടാ തോന്നും നിങ്ങൾ തരുന്ന ഫീസ് കൊണ്ടാണ് ഞാൻ ഈ ഓസ്കാർ നടത്തി പോരുന്നതെന്ന്. കാല് താത്തിയത് ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. കലാവാസനയുള്ള കുട്ടികൾ പഠിച്ചൊരു ഓസ്കാർ അവാർഡ് മേടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സേവനം നടത്തുന്നത്. വേൾഡിലെ കാര്യം പോട്ടെ, ഇന്ത്യയിൽ ഇതുപോലെ ഒരു പ്രസ്ഥാനം ഉണ്ടോന്ന് എനിക്കതാണ് അറിയേണ്ടത്. എന്താടാ ഇത് രാവിലെ അത് ഒലിപ്പിച്ചു തുടങ്ങിയോ? പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനും അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഇതുപോലൊരു ബിൽഡിംഗ് സ്വപ്നം കാണാൻ നോക്കുവോ? ഈ കെട്ടിടത്തിന് തന്നെ മാസം എത്ര രൂപ വാടക എന്ന വിചാരം? ഇവിടെ ഓരോരുത്തന്മാർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതേ ഓല ഷെഡിലും പശുത്തൊഴുത്തിലും ഒക്കെയാ. ഞാൻ അത്ര ചീപ്പല്ല, അറിയാമോ? ഈ കെട്ടിടം കണ്ടല്ലേ ഞങ്ങളും വീണത്. അകത്ത് വന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇവിടെ എല്ലാത്തിനും കൂടെ ഒരാളെ ഉള്ളെന്ന്. ഏകാധ്യാപക വിദ്യാലയം. അടൂർ ഗോപാലകൃഷ്ണനും എം ടിയും കെ ജി ജോർജും ഭരതനും മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ക്ലാസ് എടുക്കുന്നാണല്ലോ പ്രോസ്പെക്ടസിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്നത്. അതെ, അവരൊക്കെ വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ. എന്ന് വരും? ഈ ബാച്ച് അവസാനിക്കുന്നതിന് മുമ്പ് അവർ വരും. വന്നില്ലെങ്കിലേ ഓസ്കാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ബാച്ചോടെ തന്നെ അവസാനിക്കും. ഡാനിയലിന്റെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പൊളിറ്റീഷ്യന്റെ മകൻ എന്തിനാ അഭിനയം പഠിക്കുന്നതെന്ന്. അവന് താല്പര്യമാണെന്ന് പറഞ്ഞു, ഞാൻ അയച്ചു, അത്രേ ഉള്ളൂ. അവന്റെ ഗ്രാൻഡ് ഫാദറും പഴയ ഒരു ചവിട്ടുനാടകക്കാരനായിരുന്നല്ലോ. ഒരു കണക്കിന് നോക്കിയാ കുട്ടികളെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിലേക്ക് തന്നെ തിരിച്ചുവിടുന്നതാണ് ബുദ്ധി. അല്ല, ചവിട്ട് നാടകം മോശമല്ലേ എന്ന് വിചാരിച്ച് അവനെ വലിയ സിനിമാക്കാരനാക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. കുറച്ച് അഭിനയം പഠിച്ചിരിക്കുന്നത് നല്ലതാ. അതില്ലാതെ എങ്ങനെയാണോ ഈ തിരുവനന്തപുരത്ത് നിന്ന് പിഴയ്ക്കുന്നേ? ഹലോ, ആ പുറപ്പെട്ടെന്നേ. വെരി ഗുഡ്. കൈകൊട്. എല്ലാവരും കണ്ടല്ലോ, ഒരു
പാറ തള്ളിക്കൊണ്ടുവരുന്ന ഭാഗമാണ് മിസ്റ്റർ ഫ്രെഡി ഇവിടെ അവതരിപ്പിച്ചത്. പാറ ഇല്ലെങ്കിലും വളരെ മനോഹരമായി ആ ഭാഗം അവതരിപ്പിച്ചു. ഇതിനാണ് ആംഗികാഭിനയം എന്ന് പറയുന്നത്, അതായത് മായം. ഈ കൊച്ചു കലാകാരൻ എല്ലാവരും ഒന്ന് അഭിനന്ദിക്കും. ഫ്രെഡി പോയിരിക്കും. ഇനി അടുത്തത് പൊടിവലി ശീലമാക്കിയ ഒരു 75 വയസ്സുകാരനായ മൂപ്പിൽസ്. ശശി വരൂ, കാണിക്കും. വെരി ഗുഡ് ക്യാറ്റ്. കുറച്ച് ഓവറായി പോയി അല്ലേ? ശരി, താൻ അവിടെ പോയിരിക്കും. പ്രേമം ഒരുവനെ ചെറുതാക്കുന്നെങ്കിൽ ഞാനൊരു മണൽ തരിയോളമായിക്കൊള്ളട്ടെ. മഴക്കാലത്ത് ഉണക്കച്ചില്ലുകൾ തളിർക്കാറുണ്ടെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ട ബത്സേബ, എനിക്കൊരു സഖി വേണം, ഒരു ജീവിത സഖി. അങ്ങ് വിഷാദത്തിന് അടിമപ്പെടുകയാണ്. സ്ത്രീകളുമായി എനിക്കുണ്ടായ വീഴ്ചകളൊന്നും സന്തോഷകരമായിരുന്നില്ല എന്ന് നിനക്കറിയാമല്ലോ. പ്രിയപ്പെട്ട ബത്സേബ, എന്നെ ഒരു രാജാവായിട്ട് കാണാതെ, പരാക്രമിയായിട്ടല്ല, കവിയായിട്ടുമല്ല, എന്നെ ഒരു മനുഷ്യനായിട്ട് കാണൂ അമ്മേ. ഒരു സ്ത്രീയുടെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു പുരുഷനാണ് ഞാൻ. ബത്സേബ, ബത്സേബ. മാറി മാറി കിട്ടിയ ചാൻസ് മുതലെക്കണം. ബോഡി ടച്ചിങ് ഇല്ല, എന്താ കണ്ടിട്ട് ജമ്പാവൂലേ? എഡിറ്റ് ചെയ്യാൻ നോക്കൂല. എഡിറ്റിംഗ് സെൻസ് വേണം. കെട്ടിപ്പിടുത്തോ എഡിറ്റിംഗ് നമ്മൾ എന്ത് ബന്ധമാ? അതാണ് സ്ക്രിപ്റ്റ് സെൻസ്. അതായത് ഡയറക്ടർക്ക് മനസ്സിലാവൂ. തന്നോട് ആരും അത് കയറി കട്ടു പറയാൻ? എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? ഞാനല്ലേ സംവിധായകൻ. സംവിധാനം പഠിക്കുന്നതല്ലേ ഉള്ളൂ. സംവിധായകനാവുമ്പോ നീ കട്ടു പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയാം അല്ലേ? ആരും പറഞ്ഞില്ലെങ്കിലും കട്ട് ചെയ്യുന്ന സമയമാകുമ്പോ ഞാൻ കട്ട് ചെയ്യും. എന്റെ അനുവാദമില്ലാതെ. അതിന് തന്റെ അനുവാദം. ഞാൻ ക്യാമറയിലൂടെ സീൻ കണ്ടോണ്ടിരിക്കുകയല്ലേ. എവിടെ തുടങ്ങണം എവിടെ നിർത്തണമെന്ന് അറിയാൻ വയ്യെങ്കിൽ പിന്നെ ഞാനീ പണിക്ക് വരുമോ? അപ്പൊ പിന്നെ സംവിധായകന്റെ ആവശ്യം എന്താ? ഇത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വന്തം ക്യാമറയാ. തോന്നുമ്പോ സ്റ്റാർട്ട് ചെയ്യും, തോന്നുമ്പം കട്ട് ചെയ്യും. ഒന്ന് മനസ്സിലാക്കണം. ഒന്ന് നിർത്ത്. ഇവിടെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പറഞ്ഞു തീർക്കേണ്ട സാറ് എന്നെ ഇങ്ങനെ തുടങ്ങിയാ പിന്നെ ഞങ്ങളെ ആര് കൺട്രോൾ ചെയ്യും? ബാലു, നീ എന്തിനാ അവര് വരെ അനുകരിക്കാൻ പോകുന്നത്? ലവ് സീൻ എന്ന് കേട്ടാ ഉടനെ പ്രാം നസീറിനെ അനുകരിക്കും. ആക്ഷൻ എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ, സെന്റിമെന്റ്സ് എന്ന മമ്മൂട്ടിയെ. അതെ, അവനവന് സ്വന്തമായിട്ട് ശൈലി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇതെല്ലാവർക്കും ബാധകമാണ്. എന്നാ താരം അഭിനയിച്ച് കാണിക്കാലോ. അതിനല്ലേ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നു ഇവിടെ ഇരിക്കുന്നത്. വടക്കം വീരഗാഥയിൽ മമ്മൂട്ടി ചന്തുവായിട്ട് അഭിനയിച്ചു. ഓക്കെ, അതിനയാൾക്ക് അവാർഡും കിട്ടി. പക്ഷേ ഡയലോഗ് ഡെലിവറി പോരാ, ഭാഷാശുദ്ധി ഇല്ല, വാക്കുകൾക്ക് സ്പഷ്ടത പോരാ. ഞാനാണ് ആ റോൾ അഭിനയിച്ചിരുന്നെങ്കിലോ? ഇതോ അംഗം ചെറുവാലും വിടാത്ത കുട്ടികളെ കളിക്ക് കൊടുക്കാൻ കൂടുന്നുള്ള അംഗം പന്തിപ്പോയത് കണ്ടപ്പോഴേക്ക് പരിചയൊക്കെ വെട്ടിവെച്ചാണോ പഠിപ്പെങ്കിൽ അതിലെ മക്കളെങ്ങൾക്ക് ശേഷം എന്തിന്റെ കൈമല്? കരിഞ്ചയുമായി തുടങ്ങി സൗഭദ്രെന്ന് തോന്നിക്കുന്ന പഴയ പുത്തൂരം വീട്ടിലടവോ, അതോ പരിചക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവോ? ചന്തുവിനെ തോപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കയ്യിലെ മക്കളെ. ചന്തുവിനെ തോപ്പിച്ചവരുണ്ട് പലരും പലവട്ടം. എന്തിന്? മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ഫസ്റ്റിൽ എന്നെ തോൽപ്പിച്ച്, സ്നേഹം പങ്കുവെച്ചപ്പം കൈവരച്ച ഗുരുനാഥൻ സെക്കൻഡ് എന്നെ തോൽപ്പിച്ച്, പൊന്നിനും പണത്തിനൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പം ഞാൻ ലവ് ചെയ്ത പെണ്ണും എന്നെ തോൽപ്പിച്ചു. അവസാനം തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന് ഇനിയും ജീവിതം ബാക്കി. ആയിരം അവിടെ പോയിടാം കേളെ. ഇതാണ് അതെ. എങ്ങനെയുണ്ട് ബാലു? സംഭവം കൊള്ളാം, പക്ഷെ ചന്തു കീറി ഉണങ്ങിയത് പോലുണ്ട് സാറേ. അസൂയുണ്ട് പലതും പറയട്ടോ. ഒരു കണക്കിന് ജാഫർ സാറ് പറഞ്ഞത് നേരാ. ബാലഗോപാലൻ എന്തിനാ മറ്റുള്ളവരെ അനുകരിക്കാൻ പോകുന്നത്? അത് അവൻ ജാഫർ ഷെറീഫിനെ ചൂടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ. മലയാള സിനിമയിലെ ചില നടന്മാരുടെ പേര് കേൾക്കുന്നത് തന്നെ നമ്മുടെ പ്രിൻസിപ്പലിന് കലിയ. അത് പോട്ടെ, പ്രകാശിനെ സംവിധായകൻ അനുകരിക്കുന്നേ. കുറോസോവ, ഫെല്ലിനി, ബർട്ട്ലൂച്ചി, ആൽഫ്രഡ് ഹിച്ച്കോക്ക്, റിച്ചാർഡ് അറ്റൻബറോ. മലയാളത്തിൽ ആരെയും പിടിക്കൂലേ? ഈ പറഞ്ഞവരുടെ ചിത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ഖനം വരട്ടെ എന്ന് എഴുതി പറഞ്ഞതേ ഉള്ളൂ. ഒരു വീഡിയോ സഹാവേ, ഒരു തീപ്പെട്ടി എടുക്കാൻ എന്നെ കൊണ്ട് കത്തി എടുപ്പിക്കരുത്. സഹാവ് ഉപദ്രവം ഉണ്ടാക്കാതെ പോ. സോറി, ഞാനൊരു സ്വർഗത്തിലെ കസ്തൂർബാവണില്ല. പോട്ടെ. കണ്ടില്ലേ, ഇതിനകത്ത് മുഴുവൻ മിമിക്രിക്കാരാ. അഭിനയം പഠിക്കണമെന്ന് പറഞ്ഞപ്പോ കുസുമത്തിന്റെ വീട്ടുകാരെ എതിർത്തില്ലേ? അമ്മ എതിർത്തു. അച്ഛൻ ഇതിലൊക്കെ വലിയ താല്പര്യമാ. SLC കഴിഞ്ഞപ്പോ നൃത്തം പഠിക്കാൻ പോയത് തന്നെ അച്ഛന്റെ നിർബന്ധം കൊണ്ടാ. ശോ,
കുസുമത്തിൽ ഒരു കലാകാരിയുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുസുമത്തിന് സുഹാസിനിയുടെ ഒരു വിദൂര ഛായ ഉണ്ടെന്ന്. എന്തോ സുഹാസിനിയുടെ വിദൂര ഛായയോ? വിദൂര ഛായലടാ, സമീപ ഛായനുണ്ട്. നാളെ ഒരു സമയത്ത് സുഹാസിനി എന്റെ ഹീറോയിനായിട്ട് വന്നാൽ ഞാൻ അവരെ എങ്ങനെ ഫേസ് ചെയ്യും? ബാലു, എനിക്കറിയാം സുഹാസിനിയുടെ ചായ ഇല്ലെന്ന്. കുട്ടിക്ക് വിവരമുണ്ട്. എനിക്കറിയാലോ ഞാൻ ശ്രീദേവിയെ പോലെയാണെന്ന്. ആരെ പോലെ? ശ്രീദേവിയെ പോലെ. എനിക്ക് ആ ചുരിദാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടി ദേ പ്രകാശ്. ആഹാ, പ്രകാശിനെ ഇത് ആരെയും അന്വേഷിക്കുന്നത്? അല്ല, ഞാൻ നമ്മുടെ ബാലുവിനെ തപ്പി ഇറങ്ങിയതാ. കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ആ, അല്ല, നിങ്ങളെന്താ എല്ലാരും കൂടെ ഇവിടെ? ഞങ്ങള് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ആ ശരി, എന്നെ പോട്ടെ. ഓക്കെ. ദാടാ, എനിക്കൂടെ ഒരു ഷർട്ട് വാങ്ങി തരേണ്ടി വരുമെന്ന് വിചാരിച്ചല്ലേ നീ എന്നെ കാണാതെ മുങ്ങിയത്? എന്താടാ അതിൽ ഇത്ര സംശയം? അതെ, എരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുന്നവനല്ല ഞാൻ. എടാ അത് എന്നോട് പറയണോ? ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം. നീ വാ. ഒറ്റയ്ക്ക് എങ്ങോട്ട്? പ്രകാശിനെ തിരക്കി തന്നെയാ. അത് വെറുതെ. ഞാൻ ഇവിടെ ഉണ്ടാവുന്ന എങ്ങനെ അറിഞ്ഞു? ഞാൻ വിളിച്ചിരുന്നു, ബെന്നിയെ കിട്ടി. ആ, അങ്ങനെ വരട്ടെ. ഹനുമാൻ മരുത്വാമല ചുവന്നുകൊണ്ടിരുന്ന ഭാഗമാണ് ഇപ്പോൾ എന്താണ് ഇട്ടിരിക്കുന്നത്. പതിവില്ലാതെ ഷോപ്പിങ്ങിന് ഹനുമാൻ ഇറങ്ങിയത്? ആള് ബലവാനാണല്ലോ. ഇവനൊരു 2 ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഓ, അത് ശരി. കണ്ടകശനിയാ. കണ്ടകശനിയല്ല, ഇനിയിപ്പോ കുണ്ടകശനി ആണെങ്കിലും ശരി, മെയ് 26 തീയതി കഴിയുമ്പോഴേക്കും അതങ്ങ് മാറിപ്പോകും. നമ്മുടെ നക്ഷത്രം എന്തുവാ? മൂലം. മൂലത്തിൽ താലി വാങ്ങിച്ചേർത്ത്. ബാബാ, നമുക്ക് നമ്മുടെ ഭാഗ്യം നോക്കിട്ട് പോവാം. നിനക്ക് വേറെ പണിയൊന്നും ഇല്ല. ഇതൊക്കെ വെറും കളിപ്പീരാ. വെറുതെ ഒന്ന് നോക്കുന്നതിന് എന്താ? പിന്നെ അത്ര കയ്യിലല്ലേ നമ്മുടെ ഭാവി ഇരിക്കുന്നത്. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ദാ, നീ പോയിക്കോ, ഞങ്ങളൊന്ന് നോക്കിട്ട് വരുന്നുള്ളൂ. ചെല്ലേ. ആ, കാട്ടിൽ കൊടും കാട്ടിൽ ഉൾപ്പടത്തിൽ ഒരു കൊച്ചുമുല്ല കാട്ടിൽ കൊടും കാട്ടിൽ. അല്ല, എന്നാ മനസ്സിലായോ? പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിലഹരിയും ഭൂമി സുന്ദരം. എങ്ങനെ ഉണ്ട് എന്റെ പെർഫോമൻസ്? നിനക്കറിയാവോ, അഭിനയം പഠിക്കാൻ തീരുമാനിച്ചെന്നും ഫാദർ ഫീസ് തരില്ലെന്നും ഞാൻ അവൻ എഴുതിയപ്പോ അവൻ എന്നോട് പറഞ്ഞ എന്താണെന്ന്? നീ ധൈര്യമായിട്ട് ചേർന്നോ, ഫീസിന്റെയും ചെലവിന്റെയും കാര്യം അവൻ ഏറ്റെന്നു. സുരേന്ദ്രന്റെ കൂടെ പഠിക്കാനും അവനോടൊപ്പം സ്കൂൾ നാടകങ്ങളിൽ പങ്കെടുക്കാനും അവന്റെ സ്നേഹം അനുഭവിക്കാനും കഴിയാതെ പോയത് ഒരു ഭാഗ്യദോഷമായി ഞാൻ കരുതുന്നു. ഇട എനിക്കല്ലേ സ്പോൺസർ ചെയ്യാൻ ആളില്ലാത്തത്. അതുകൊണ്ട് ഫ്രെഡിയും ബെന്നിയും ക്ഷീണിക്കാതിരിക്കാൻ ഇന്നു മുതൽ ഞാൻ അവന്മാരെ ഒറ്റയ്ക്ക് ഓസാം. ഓ, അതൊക്കെ നിനക്കൊരു ബുദ്ധിമുട്ടാവില്ലേടേ? സ്വല്പമൊക്കെ ബുദ്ധിമുട്ടാതെ കാര്യങ്ങൾ നടക്കുവോ? ബുദ്ധിമുട്ടണ്ട. വേണ്ടല്ലേ? വേണ്ട. ഈ ജാഫർ ഷെരീഫ് അവിടെ പോയി കിടക്കുന്നാവോ? ശാരദാമണിക്ക് നൃത്തം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സമയം കിട്ടുമ്പോ എന്റെ നാട്യകാരത്തിലേക്ക് വന്നാ മതി. ഞാൻ പഠിപ്പിക്കാം. ഫീസ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്താ, വരുമല്ലോ? ശരി സാർ. രാജു, നദിയേക്ക് പോകേണ്ടതാ. വേഗം ഡ്രസ് ചേഞ്ച്. വാ. ബാബു സാർ, അടുത്ത സീനിങ് വരൂ. നമസ്കാരം. നമസ്കാരം. ഒരു മിനിറ്റ് ഇരിക്കും. ഓ, ഞാൻ ഇവിടെ അടുത്തൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. ആ. ഓസ്കാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന്റെ പ്രിൻസിപ്പളാണ് ഞാൻ, ജാഫർ ഷെരീഫ്. സന്തോഷം. ഇപ്പൊ ഇവിടെ സാർ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഒന്ന് വരണം. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സാറിനെ കാണുന്ന വലിയ ആഗ്രഹം. രാജ് സാർ ഡയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാണല്ലോ, അതുകൊണ്ടാണ് കൂടുതൽ താല്പര്യം. സാറ് വരണം. ഒരു അരമണിക്കൂർ അവർക്ക് വേണ്ടി ഒന്ന് ക്ലാസ് എടുക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതും അവിടുത്തെ വിദ്യാർത്ഥികളുമായി സമയം ചെലവഴിക്കുന്നതൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഇന്ന് പറ്റില്ല. അല്ലോ, ഞാൻ ആരെങ്കിലും കൊണ്ടു എന്നിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും സാർ. എന്നൊരു കാര്യം ചെയ്യും. പ്രണവത്തിന്റെ ഷൂട്ടിംഗ് കൂടെ അടുത്ത് നടക്കുന്നുണ്ട്. മോഹൻലാൽ ഇന്ന് ഫ്രീയാ, ഹോട്ടലിൽ കാണും. മോഹൻലാലിനോ? ഇന്നലെ നേരത്തെ പറയണ്ടേ? താങ്ക്സ്. ഇനി അഥവാ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വിളിച്ചാൽ വരും. ഞങ്ങൾ അത്ര ക്ലോസ് ആണ്. നീ ഇവിടെ നില്ലേ, പുറകെ വരണ്ട. എന്തേ മമ്മൂട്ടി ചതിച്ചാ? മോഹൻലാല് പിന്നെയും ചതിച്ചാ? ആരും ചതിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ പറ്റി എന്ത് മനസ്സിലാക്കി? ഞാൻ വിളിച്ചാൽ ആർട്ടിസ്റ്റ് വരില്ലാന്നോ? കമോൺ. വല്ല എക്സ്ട്രാ ആയിരിക്കും. അല്ല പിന്നെ. സാർ, അയ്യോ, നോക്കടാ. മോഹൻലാൽ സമ്മതിച്ചോ? ഞാൻ ആരാന്ന്?
കളയരുത്, എല്ലാവരും കാണാം. മോഹൻലാൽ സർ. ലാൽ ലാൽ മോഹൻലാൽ ലാൽ ലാൽ മോഹൻലാൽ ലാൽ 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 മോഹൻലാൽ. നമസ്കാരം. നമസ്കാരം. സാറിന് ഈ അടുത്ത കാലത്ത് ടൈഫോയിഡ് വല്ലതും വന്നിരുന്നോ? ഇല്ല, പിന്നെന്താ ഒരു ക്ഷീണം? എനിക്കൊരു ക്ഷീണമില്ല. വല്ലാതെ ഓഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആരെയാ ഉദ്ദേശിക്കുന്നത്? ലാൽ അതെ. മോഹൻലാൽ. നോ, ഐ ആം മദൻലാൽ. അയ്യേ ജാഫർ ശരി സാറേ, എന്താ ഇത്? എവിടെ നിന്ന് കിട്ടിയതിന്? എന്താ ഞാൻ പറഞ്ഞത് മോഹൻലാലാണെന്ന്? ഇല്ലല്ലോ, ഇതൊരു സൂചന മാത്രം. ഇത് ഒറിജിനൽ മോഹൻലാൽ പിന്നെ വരും. സാർ വരണം. കമോൺ. മേനക്കെടുത്തി കളഞ്ഞല്ലോടെ. എന്താ പേര്? അറിഞ്ഞിട്ടിപ്പോ എന്ത് വേണം? അറിഞ്ഞാലല്ലേ അത് പറയാൻ പറ്റൂ. ദീപ്തി. ഞാൻ ഊഹിച്ചു. എങ്ങനെ? ദീപ്തമായ കണ്ണുള്ളവൾ ദീപ്തി ആയിരിക്കുമല്ലോ. എന്റെ പേര് ബാലഗോപാലൻ. അടുപ്പമുള്ളവർ ബാലു എന്ന് വിളിക്കും. വേണമെങ്കിൽ. ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും ദീപ്തി പേര് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും പറയണമല്ലോ. അതാണല്ലോ എന്റെ മര്യാദ. മെനഞ്ഞാന്ന് രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. എന്താ, കണ്ണിന് വല്ല അസുഖം ഉണ്ടായോ? അയ്യോ അതല്ല, ജീവിതത്തിൽ ആദ്യമായി ഒരു സുന്ദരി പെണ്ണ് ദേഹത്ത് വന്ന് മുട്ടിയതല്ലേ, ആ ഷോക്കിൽ ഉറങ്ങാനേ പറ്റിയില്ല. ഞാനല്ലല്ലോ വന്ന് മുട്ടിയത്. മുട്ടിയതാരാണെങ്കിലും മുട്ടി എന്നുള്ള ഒരു സത്യമാണല്ലോ. എത്രയോ പെൺകുട്ടികളെ എവിടെയോ ഒക്കെ വെച്ച് കാണുന്നു. പക്ഷെ ദീപ്തിയുമായിട്ട് മാത്രമാണല്ലോ മുട്ടാനൊരു അവസരം ഉണ്ടായത്. വിധി എന്ന് പറഞ്ഞ ഇതാണ്. അല്ലേ അല്ലേ? ദീപ്തിയുടെ അഭിപ്രായം എന്താ? ഓട്ടോ ഓട്ടോ. എടാ, പെൺപിള്ളേരെ വഴി നടക്കാൻ സമ്മതിക്കില്ലല്ലേ? അല്ല സാർ, ഞാൻ സിസ്റ്ററെ ഓട്ടോ കയറ്റി. ശരിക്കും ജമ്മിയല്ലേ? എപ്പോഴും ഒരുമാതിരി മിമിക്രി കാണിക്കരുത്. അല്ല, നീ എന്തിനാ ചൂടാന്നത്? നീ നേരത്തെ മനസ്സിലായി. ചമ്മിയത് നീയാ. മതി മതി. എടാ, ഓസ്കാറിൽ കുറെ എണ്ണം ഉണ്ടല്ലോ, അതിലൊരെണ്ണത്തിന് തപ്പി എടുത്താ പോരെ. എന്തിനാ നടുറോടി കിടന്ന് ചമ്മുന്നത്? നീ ഉൾപ്പെടെ എല്ലാരും അതിങ്ങനെ പുറകിലല്ലേ. എനിക്കിത് മതി. ഇതെങ്ങനെ സൂപ്പർ ചാവോ അതോ മാറ്റിനിക്ക് തന്നെ ചുരുട്ടേണ്ടി വരൂ? ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കി എടുക്കൂടെ? ഉറപ്പ്. ഉറപ്പ്. ഇല്ലെങ്കിൽ എനിക്ക് എന്തോ വരും? സെക്രട്ടേറിയറ്റ് നിന്റെ പേരിൽ എഴുതി തന്നേക്ക്. താങ്ക് യു. ഇത്തരം ലക്ഷണമൊത്ത സ്ത്രീകൾക്ക് ഈ വിശ്വപ്രകൃതിയുടെ സംക്രമങ്ങളുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. വിട്ടുകളെന്നാണ് ബുദ്ധി. നാം പരതാരങ്ങളെ കണ്ട് മോഹിച്ചു അപഹരിച്ചു എന്ന് വിചാരിക്കുന്നവർ നമ്മുടെ അന്തഃപുരത്തിൽ തന്നെയുണ്ട്. മോഹിച്ചതും അപഹരിച്ചതും ശരിയാണ്. പക്ഷേ അധർമ്മം ചെയ്തു എന്ന ചിന്ത നമുക്കില്ല. രംഭയുടെ ദിവ്യലാവണ്യം അരക്കൻ അപ്രാപ്യമല്ലെന്ന് നാം തെളിയിച്ചു. അവൾ ശപിച്ചിരിക്കാം. അവളെ മോഹിക്കാതിരിക്കുന്നവൻ പുരുഷജാതിയിൽ പെടുന്നില്ല. അവൾക്ക് സമാനമായി പിന്നീട് ഒരു സ്ത്രീയെ മാത്രമേ നാം കണ്ടിട്ടുള്ളൂ. അവളാണ് സീത, ലക്ഷണമൊത്തവൾ. അവളെ വേട്ടത് ആരുമായിക്കൊള്ളട്ടെ, ആ കൗസ്തുഭം ലങ്കയ്ക്ക് മാത്രം ചേർന്നതാണ്. ലങ്കേശ്വരൻ മോഹിച്ചതൊന്നും നടക്കാതിരുന്നിട്ടില്ല. അഹിതമെന്ന് മറ്റുള്ളവർക്ക് തോന്നാം, പക്ഷേ നാം അത് കാര്യമാക്കുന്നില്ല വിഭീഷണൻ. ഇപ്പൊ വേണ്ട, പുറത്തോട്ട് വരും, അപ്പൊ ചോദിക്കും. മൂലകത്തിലും നാം സുന്ദരിമാരെ കണ്ടിട്ടുണ്ട്. അപ്സര സുന്ദരിമാർ, യക്ഷ തരുണിമാർ, വരണലോക വിലാസിനിമാർ. അവരിൽ ചിലർ നമ്മുടെ അന്തഃപുരത്തിൽ പാർക്കുകയും ചെയ്യുന്നു. ചിലർ നമ്മുടെ മാനം കാക്കുന്ന ഉണ്ണികൾ കമ്മമാരുമായി. അങ്ങോട്ട് നോക്ക്, വാതിൽക്കലൊക്കെ നോക്ക്. അങ്ങ് പറഞ്ഞുകൊണ്ട് വരുന്നത് മൂലകങ്ങളിൽ അമൂല്യമായ മൂലകങ്ങളിൽ അമൂല്യമായ ഏതെന്നുണ്ടോ അത് ലങ്കയിൽ ഉണ്ടാവണം. മറ്റെല്ലാം ലങ്കയ്ക്കുണ്ട്. സമസ്ത സൗന്ദര്യവും സമ്പൽ പ്രൗഢികളും. സീതയും ലങ്കയ്ക്ക് തന്നെ വേണം. നേരം ആയാലോടാ നിന്റെ ഒരുമാതിരി ആലോചന ശൃംഗാരം തുടങ്ങിയിട്ട്. നിന്റെ രാവണ വേഷം അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ശരി തന്നെ.
അതുകൊണ്ടാണല്ലോ കൺഗ്രാജുലേറ്റ് ചെയ്തത്. എന്ന് കരുതി അവള് വീണിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളാം. ഇതാണ് അസൂയ. അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് ഞാൻ തെളിയിച്ചാൽ നീ എനിക്ക് എന്ത് തരും? നീ ഇങ്ങനെ കൂടെ കൂടെ എന്ത് തരും എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് വെച്ച് തരും? എന്റെ അമ്മായിയപ്പന്റെ വക ഒരു നാഷണൽ ഹൈവേ കിടപ്പുണ്ട്, അത് നിനക്ക് എഴുതി തരാം. നീ അതാർക്ക് എഴുതി കൊടുക്കല്ലേ? കുറച്ചു കാലം കഴിഞ്ഞ് നീ വഴിയാധാരം ആവുമ്പോ നടക്കാനൊരു റോഡെങ്കിലും വേണ്ടേ? അത് രാവിലെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ചെന്നാ നിനക്ക് റോൾ ഒപ്പിച്ചേരാന്ന് ജാഫർ ഷെരീഫ് പറഞ്ഞിട്ടില്ലേ? അധികം കോമഡി അടിച്ച് ക്ഷീണിക്കാതെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തു പറ്റി? എന്താ കാണിച്ചത്? സോറി, ഞാനൊരു കിനാവ് കണ്ടതാ. എന്നെ ചവിട്ടി താഴ്ത്തിട്ടാടാക്കി നാവ് കാണുന്നത്. സോറി. ഉറങ്ങടാ. ഉറങ്ങടാ. ഉറങ്ങാൻ.